ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നല്ല മഴയും കാറ്റെല്ലാം ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അത്യാവശ്യമായിട്ട് തലശ്ശേരിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. എട്ടിൻ്റെ ഒരു പണി കിട്ടിപ്പോയി, അതാണ് കേട്ടോ. ഇതിപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തായാലും വീട്ടിലേക്ക് പോകാനിരുന്നതാണ്. പക്ഷേങ്കിൽ ഇതിപ്പോൾ അർജൻറ്റായിട്ട് എന്തായാലും പോകേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകുന്നതാണ് കേട്ടോ. എൻ്റെ കണ്ണിന് കണ്ട നല്ല വേദനയുണ്ട്. കാണുമ്പോൾ പ്രശ്നമൊന്നും തോന്നുന്നില്ല, പക്ഷേങ്കിൽ കണ്ണ് ചിമ്മയും തുറക്കലും ചിമ്മയും നല്ല വേദനയുണ്ട്. അപ്പം മരുന്ന് വെച്ചിട്ടാണ് ഉള്ളത്. രാവിലത്തെ മരുന്നെല്ലാം വെച്ചു. റിക്കൂട്ടനും കുളിച്ച് സുന്ദരനായി. അങ്ങനെ നമ്മൾ പോവാം. ഞാനും അച്ഛനും റിക്കൂട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മ പറഞ്ഞ് വരുന്നില്ല എന്ന്. അങ്ങനെ പിന്നെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. പോയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് വരും. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞ് വരുന്നില്ല, നിങ്ങൾ വേഗം പോയിട്ട് വന്നോണം. അപ്പം നല്ല രസമുണ്ടായിരുന്നു മഴയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just. അപ്പോൾ പോകുന്ന വഴിക്കൊരു പാർസൽ എടുക്കാനുണ്ടായിരുന്നു. അതും കൂടി എടുത്തിട്ട് നേരെ പോകാൻ കേട്ടോ. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. റിക്കൂട്ടൻ പോകുന്ന വഴിക്ക് നല്ലതുപോലെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കാൻ അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് നമുക്ക് ഗ്ലാസ്സിലൊന്നും ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ വെള്ളം വാരി എറിയാന്ന് അറിയില്ല, അതുപോലെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളിങ്ങനെ മെല്ലനെയും പിന്നെ ഇടയ്ക്ക് മഴയില്ലാത്ത സമയത്ത് കുറച്ച് സ്പീഡിൽ അങ്ങനെയൊക്കെ, എന്നാലും ഭൂരിഭാഗത്ത് നിന്ന് വരെ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ റിക്കൂട്ടൻ ഒരുക്കി എണീച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുറത്തേക്ക് നോക്കിയിട്ട്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് മറന്നുപോയല്ലോ. അങ്ങനെ നമ്മൾ പോയി ഇതാ തലശ്ശേരി എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ നാട്ടിലുള്ള പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, കൊറിയർ നമ്മളെ ഡ്രസ്സില്ലേ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ ഇവിടെ ചുഴലിത്തെ അഡ്രസ്സാണ് കൊടുത്തത്. പക്ഷെ അവരധികം അങ്ങോട്ടേക്ക് അയക്കുന്നതുകൊണ്ട് മാറിയിട്ട് അഡ്രസ്സ് ചെക്ക് ചെയ്യേണ്ട അങ്ങോട്ടേക്ക് അയച്ച്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ നാട്, 4 മൈൽ. പിന്നെ അപ്പം നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ എത്തിയിട്ട് നോക്കുന്നതിൽ അന്നേരം വലിയ മഴയൊന്നുമില്ല. ഇത് നമ്മൾ ലൈബ്രറിയാണ് കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തല്ല അധികം ഇവിടെ നിന്നാണ് ബുക്ക്സ് എടുത്ത് വായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇങ്ങനെ അത്യാവശ്യം വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛനമ്മ നീ പോകണ്ട, ഞാൻ പോയിട്ട് എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയിട്ട് എടുത്തുതരും. ഏകദേശം എൻ്റെ ടേസ്റ്റുള്ള ബുക്ക്സ് ഏതാണെന്നുള്ള അവിടെയുള്ള നമ്മളെ അനിയച്ചിക്കാരെ അങ്ങനെ ഓരെടുത്ത് തരും. അങ്ങനെ ഞാൻ വായിക്കലായിരുന്നു കേട്ടോ. എൻ്റെ ബുക്ക് ഞാൻ പെട്ടെന്ന് വായിച്ച് തീർക്കും. 2 ബുക്കെല്ലാം എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഞാൻ തീർക്കും. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അന്ന് മരം പൊട്ടി വീണതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ല. അപ്പം എന്താണ് അടുത്ത അവസ്ഥ എന്നും കൂടി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുവാന്ന്. റിക്കൂട്ടൻ ഇവിടെ എത്തുമ്പോഴൊക്കെ റിക്കൂട്ടൻ ഉറങ്ങി എണീച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ നമ്മൾ പോവാന്ന്. വീടെത്തിയപ്പോൾ ഇതാ മുകളിൽ ആ ഒരു താർപ്പായി കെട്ടി കണ്ടപ്പോൾ തന്നെ എനിക്ക് വിഷമമായി. നമ്മൾ ഒരു സമയം വരെ ആ താർപ്പായി പോയല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു. അത് വീണ്ടും അവിടെ കയറിയിട്ടുണ്ട്. പിന്നെന്താ മുന്നിൽ ആരിടാൻ വേണ്ടിയിട്ട് വേറെ താർപ്പായിട്ട് നമ്മളെ നല്ല അടിപൊളി സീലിംഗ് അത് പൊട്ടിയിട്ട് അവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റിക്കോർഡ് നല്ല ഇങ്ങനെ അത്ഭുതത്തിൽ നോക്കി നിൽക്കാന്ന് അമ്മേൻ്റെ ഒക്കെ കയറിയിട്ട്. അപ്പം ഈ ഒരു കെട്ടെടുക്കാനാണ് ഞാൻ വന്നത്. പിന്നെ ഒരു കെട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്നും എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഫാന് വർക്ക് ചെയ്യുന്നില്ല. ഇതെല്ലാം സീലിംഗ് എല്ലാം പോയിട്ടാണുള്ളത്. ഒരു കഷ്ണം അവിടെ ബാക്കിയെല്ലാം പോയിന്. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ റിക്കൂട്ടൻ ഇത് അമ്മേൻ്റെ കൈമെന്ന് അച്ഛൻ്റെ കൈമലേക്ക് തുള്ളിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? റിക്കൂട്ടനും എന്തോ ഒരു അത്ഭുതം പോലെയായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ മൊത്തത്തിലെല്ലാം ഒരു മാറ്റം പോലെ അവൻ ഇങ്ങനെ എന്തോ ഒരു അത്ഭുതം പോലെ ഇങ്ങനെ നോക്കുക. പുതിയ ഓൻ ഇങ്ങനെ നോക്കലുണ്ടായിട്ടില്ല. പക്ഷെ ഇന്നെന്താണെന്നറിയില്ല, വന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുക. അമ്മേൻ്റെ കൈമേക്ക് ഇരിട്ടാലും എല്ലാം ഇങ്ങനെ ഒരു അത്ഭുതത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഞാൻ പറഞ്ഞേ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അച്ഛനെല്ലാം ഒരു പകുതി ആയ പോലെ തോന്നി. അവിടെ വീട്ടിൽ പോയ സമയത്ത് എല്ലാവരും ഇവിടെ നിന്ന് എൻ്റെ അച്ഛനും പറയുന്നുണ്ടായിരുന്നു പ്രേമട്ടനും വല്ലാണ്ടായിപ്പോയല്ലോ എന്ന്. അപ്പോൾ അച്ഛൻ ബിരിയാണിയെല്ലാം വാങ്ങി തന്നിട്ടുണ്ട്, അത് കഴിച്ച്. പിന്നെ ഇതാ നമ്മൾ ഓടിയത് ഇപ്പോൾ ഇതുപോലെ വെറുതെ ഒന്ന് തൊട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇതെല്ലാം പൊട്ടിപ്പോയ ഓട്ടും കഷ്ണങ്ങളെല്ലാമാണ്. അപ്പോൾ
ആ കാണുന്ന ആ തേക്ക് മരമില്ല, അതാണ് വീണത്. ഇനിയും അതിൻ്റെ ഇത്രയും വലിയ ഭാഗമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. പക്ഷെ അവരിപ്പോൾ കംപ്ലീറ്റ് മുറിച്ച് കേട്ടോ, മൊത്തത്തിൽ മുറിച്ച് തന്നിട്ടുണ്ട് ഭാഗ്യത്തിന്. അപ്പോൾ ഓട് കണ്ട ഇതുപോലെ മാല പോലെ വെച്ചിട്ടാണുള്ളത്. ഇനിയൊന്ന് വെയിൽ വന്നിട്ടാകുമ്പം അതൊന്ന് നന്നാക്കിയെടുക്കണം. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഇത് കണ്ട റിക്കൂട്ടൻ വന്ന് കുറച്ച് ചോറെല്ലാം കഴിച്ചതിന് ശേഷം ഇതാ അവൻ്റെ കളി സാധനം എല്ലാം ഉന്തിയിട്ടിട്ടുണ്ട്. ഞാൻ വന്നിടാ നമ്മളിപ്പോൾ നീ വെറുതെ അമ്മമ്മക്ക് പണിയാക്കി വെക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കളിക്കൊല്ലം ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. അപ്പം അച്ഛൻ ആ കെട്ടെല്ലാം എടുത്തിട്ട് വണ്ടിയിൽ വെക്കുന്നുണ്ട്. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു വലിയൊരു കെട്ടെടുത്തിട്ട് വേറെയും വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം രണ്ടും വന്നത് ഇത്തിരി ലേറ്റായിട്ട് വന്നു. പിന്നെ എനിക്ക് കണ്ണിൽ മരുന്ന് വെക്കാനെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ചൂട് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ചൂട് വെക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വേദനക്ക് അങ്ങനെ ചൂടെല്ലാം വെച്ച് മരുന്നെല്ലാം ഇട്ടിച്ച് ഇനിയിപ്പം തിരിച്ചു പോകാൻ നോക്കുവാന്ന് കേട്ടോ. മുമ്പിൽ കണ്ടില്ലേ വെറും കാട. പിന്നെന്താ, മഴയൊന്നും അന്നേരം പെയ്റ്റൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടി കയറിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുവാന്ന്. അപ്പം പോകാൻ നോക്കുവാന്ന്. അപ്പോൾ അമ്മക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. നമ്മൾ വന്നിട്ടപ്പോൾ തന്നെ പോകുന്നതല്ല. അപ്പം അച്ഛനും നമ്മളെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. വേറെ നല്ല റിക്കൂട്ടൻ അവിടെ നമ്മൾ ഇവനെപ്പം കാണിക്കുന്ന ഒരു ഡോക്ടറുണ്ട് കതിരൂർ. അപ്പോൾ അവിടെ തന്നെ കാണിക്കാൻ ചെറിയൊരു ചുമയുണ്ടായിന്. ഇപ്പം പിന്നെ ജലദോഷമാണ്. അപ്പോൾ ചുമയുള്ളതുകൊണ്ട് അവിടെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കേട്ടോ. അപ്പം ഞാനിതാ മരുന്നെല്ലാം വെച്ചിട്ട് ഞാനും ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ്. ഇപ്പം നേരെ ഇപ്പം ഡോക്ടറെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെത്തിയ സമയത്ത് ആരും ഉണ്ടായിട്ട് അതുകൊണ്ട് ആദ്യം തന്നെ വേഗം കാണിക്കാൻ പറ്റീന് കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടറെല്ലാം കാണിച്ചു. റിക്കൂട്ടൻ അവിടെ അടങ്ങിയിരിക്കുന്നെല്ലാം ഉണ്ടായിന് കേട്ടോ. കുറച്ചിങ്ങനെ കുത്തക്കൽ കളിച്ച് പിന്നെ ഇങ്ങനെ അടങ്ങി നിന്ന് അങ്ങനെ മരുന്നെല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചുഴലിയിലേക്ക്. പോകുന്ന സമയത്ത് പിന്നെ മഴയൊന്നും ഉണ്ടായിട്ടില്ല, നല്ല വെയിലായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ വലിയ പ്രശ്നമില്ല. പിന്നെ ഉച്ചക്കെല്ലാം നല്ല ചൂടാണെങ്കിലും ഈ യാത്ര പോകുമ്പോൾ ഭയങ്കര പ്രശ്നം. അപ്പോൾ എപ്പോൾ ഞാൻ വൺ സൈഡല്ലേ ഉണ്ടാവില്ലുള്ളൂ, ഒന്നിക്ക് അങ്ങോട്ട് പോകാൻ അല്ലേ ഇങ്ങോട്ടേക്കാൻ. ഇങ്ങോട്ടേക്കും നിന്നെണ്ണലുള്ള സമയത്ത് ഇടയ്ക്ക് വന്നു പോകുന്നല്ലാണ്ട് അങ്ങനെ. പിന്നെ അതിന് ശേഷം ഇപ്പോൾ അങ്ങനെ വന്ന് തിരിച്ചു പോയിട്ട് പെട്ടെന്ന് അന്ന് തന്നെ തിരിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പോകുമ്പോഴേക്ക് സ്കൂൾ വിട്ട സമയമായിരുന്നേ. അപ്പം 2-3 പിള്ളേരിങ്ങനെ വണ്ടിക്ക് കൈയാണിച്ചപ്പോൾ നമ്മൾ നിർത്തിക്കൊടുത്തു. അങ്ങനെ അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി. അങ്ങനെ 2 സ്ഥലത്തും നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റിക്കൂട്ടൻ പിന്നെ ആ പകുതിയൊക്കെ നമ്മളൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കുട്ടീനെ ഇറക്കിയിട്ട് നമ്മളിപ്പം നേരെ ചുഴലിയിലേക്ക് പോകുകയാണ്. അപ്പോൾ റിക്കൂട്ടൻ കണ്ടില്ല, നല്ലപോലെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ പോകുന്ന വഴിക്കൊരു കാപ്പി കുടിക്കാൻ കയറി ഒരു ഹോട്ടലിൽ. അവിടെ മൊത്തം ഈ നേപ്പാളിയാന്ന് തോന്നുന്നത്. അവരുടെ ഫേസ് കണ്ടിട്ട് ഫുൾ ആ ടീമാണ് ഉണ്ടായിരുന്നത്. അപ്പം ജസ്റ്റ് ഒരു കോഫിയും കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നത്. റിക്കൂട്ടിന് നല്ല ഇഷ്ടമായി കേട്ടോ. നെസ്കഫിയാന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ കടിയൊന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് അത് മാത്രം കുടിച്ചു. അത് കുടിച്ചപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമാണ്. റിക്കൂട്ടൻ അപ്പോഴേക്ക് ഇത് ഓൺ ആയിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് എല്ലാവർക്കും ടാറ്റയെല്ലാം പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെയും നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഒരു കുട്ടീനെ, ഏതോ ഒരു സ്കൂളിൻ്റെ കുട്ടീനെ കയറ്റിയിട്ട് അടുത്ത സ്റ്റോപ്പ് ഇറക്കി. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേങ്കിൽ എനിക്കൊന്ന് ഈ റൂട്ടിൽ അങ്ങനെ അധികം സമയത്തിന് ബസ് ഇല്ലാത്തതാണോ അല്ലേ അന്ന് ബസ് ഇല്ലാത്തതാണോ അറിയില്ല, കുറേ കുട്ടികളിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പണ്ട് നിന്നും ഞാനും ആയാലും ഇതുപോലെ ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന സമയത്ത് എപ്പോഴും കൈ നീട്ടും കേട്ടോ. അപ്പം എൻ്റെയും കുറേ കെട്ടെല്ലായിട്ടാണ് വരുന്നതെങ്കിൽ തിരുമ്പോൾ എല്ലാം ഒതുക്കി വെക്കണേ പിള്ളേരെയും കൂട്ടാമെന്ന് പറയും. അങ്ങനെ എപ്പോൾ നിന്നണ്ട് ഒന്നിച്ച് പോകുന്നതാണെങ്കിൽ ഇതുപോലെ മക്കളെല്ലാം ഇങ്ങനെ കൈ കാണിക്കുകയാണെങ്കിൽ നമ്മൾ കൂട്ടലുണ്ട് കേട്ടോ. ഒരു രസമല്ല, എൻ്റെ പിള്ളേരോട് എന്തെല്ലോ വർത്താനെല്ലാം പറയും. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ അച്ഛനും ഇപ്പം പിള്ളേരെല്ലാം വണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഈ പോകുന്ന വഴിയെല്ലാം ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് വേറെ ഒരു കുട്ടീനെയും കയറ്റിയിട്ടുണ്ടായിരുന്നു. ഓനെ നമ്മൾ SCS കോളേജിൽ ആ സ്റ്റോപ്പിലാണ് ഇറക്കിയത്. അങ്ങനെ നമ്മൾ ചെങ്ങളായി എത്തപ്പോൾ മീൻ വാങ്ങി, എന്നിട്ട് പിന്നെയും തിരിച്ചു പോകാമെന്ന് കേട്ടോ. പിന്നെ എന്തൊക്കെയോ സാധനം അവിടെ ചാൽവായിൽ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതുവരെ ഞാൻ വണ്ടിയിൽ വെയിറ്റ് ചെയ്തിരുന്നു. അച്ഛനും റിക്കോർഡും സാധനം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു.
നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ താഴെ നിന്നുള്ള കെട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് പാർട്സാക്കിയിട്ടാണ് മുകളിലെത്തിച്ചത് കേട്ടോ. അപ്പോൾ പാക്കറ്റിൽ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം, പുതിയ കളക്ഷൻസും കാണിച്ചു തരാം. പിന്നെ ഇതാ ഒന്ന് മേലെല്ലാം കുളിച്ച് വന്നു, ഇനി തുണിയെല്ലാം ആറിയിടുവാന്ന്. അപ്പോൾ ഞാനെപ്പോഴും കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ബാത്റൂമിൽ തന്നെ പടങ്ങ് അലക്കിയിടുകയാണ് ചെയ്യാം. അലക്കം കല്ലിലേക്ക് പോയിട്ട് അലക്കലൊന്നുമില്ല. പിന്നെ വലിയ മണ്ണും ചെളിയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, ഇതുപോലെ മേലനങ്ങാണ്ട് നിൽക്കുന്നതല്ലേ. അങ്ങനെ പിന്നെ എൻ്റെ തുണികൾ ഇപ്പം നമ്മൾ പോയ ഡ്രസ്സ് അത്രയും മാത്രം അലക്കി ആറിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു പൊടിയില്ലേ, ഹെൽത്ത് മിക്സ് പോലത്തെ, അത് കഴിച്ചു. ഇനിയിപ്പോൾ ഇത് അടുത്ത കെട്ട് പൊട്ടിക്കണം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് ഓർഡറായ തുണികളാണ്, മീൻസ് അവിടെ നിലത്തിട്ട ബാട്ടിക് പ്രിൻ്റെതല്ല. ഇപ്പം ഞാൻ ഈ കെട്ട് പൊട്ടിക്കുന്നതില്ലേ, ഇതിലിനി ഒരു പീസായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അത് പിന്നെ ഇവിടെ നിന്നുകൊണ്ട് ആൻറ്റി കണ്ടപ്പോൾ ആൻറ്റിക്ക് ഇഷ്ടമായിട്ട് ആൻറ്റി എടുത്തു. അപ്പം എല്ലാം ഈ ഒരു ഞാനിപ്പോൾ ഇട്ട കെട്ട് ഫുള്ള് നമുക്ക് ഓർഡറായ പീസുകളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി അയച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ കണ്ണ് റെഡി ആയതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കളക്ഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പറഞ്ഞില്ലേ, കണ്ണിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ. പിന്നെ എടുത്തു വെച്ച വീഡിയോ ഉള്ളത് കൊണ്ട് തന്നെ ഫോണിൽ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം എടുത്ത് വെക്കലും പിടിക്കലും അങ്ങനെയുള്ളതാണ്. താഴെ റിക്കൂട്ടനാണെങ്കിൽ TV എല്ലാം കാണുവാണ് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മളെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ഓൾറെഡി മുന്നേ ഉള്ളതെല്ലാം പാക്ക് ചെയ്ത് വെക്കുക, കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കണം കേട്ടോ. അപ്പം ഞാൻ മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കിയിട്ട് അയച്ചു കൊടുക്കാൻ വന്നിട്ട് പാക്ക് ചെയ്യാൻ നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചാൽ, ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഫോട്ടോ ഇട്ടിട്ടാണ് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള കോട്ടൺ ചുരിദാറാണ്, ബാട്ടിക് പ്രിൻറ്റിൻ്റെ പാൻറ്റും ഷോളും വരുന്നത്. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനി ആരും ചോദിക്കാൻ പാടില്ല, കാരണം ഇത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയതാണ്. ഇനി കമ്പനിയിലായാലും സ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ സോൾഡ് ഔട്ടായി. അപ്പോൾ ഇതാണ് അത്. പിന്നെ അടുത്ത ആവശ്യം ഞാൻ പറഞ്ഞ നേരത്തെ പോലെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പാക്കിംഗ് പരിപാടിയിലേക്ക് കടക്കാം. പിന്നെ നമുക്ക് വന്ന സാരീസ്, അപ്പോൾ ചിലർ ഈ നമ്മളെ സാരിയും അതുപോലെ തന്നെ ഈ ചുരിദാർ മെറ്റീരിയൽ ഒന്നിച്ച് ഓർഡർ ആക്കിയവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇനി ഒന്നിച്ച് അയക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം പാക്കിങ് ചെയ്യുവാണേ. അപ്പം നമ്മൾ മെറ്റീരിയലൊക്കെ എത്താൻ വേണ്ടിയിട്ട് കാത്തു നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും ഓർഡറുകൾ തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാമെന്ന്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വേണ്ടവർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മളെ പഴയ വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി, അതൊക്കെ കളക്ഷൻസ് എന്നുള്ള കാണാൻ പറ്റും. പിന്നെ പുതിയ വന്നതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ.
അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിൽ ഈ പൈസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മീൻസ് കസ്റ്റമേഴ്സ് അയച്ചു തരുന്ന പൈസ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് അവരെ കയ്യിൽ എത്തിക്കുക, അവരെ ഫീഡ്ബാക്ക് കിട്ടുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ എന്നെ സംബന്ധിച്ചുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും കൂടുതലാണ് നമുക്ക് വന്ന ഓർഡറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി അയക്കാനുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ അഡ്രസ്സ് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, മുന്നേയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി അതൊക്കെ ഇതിൽ കയറ്റി വെക്കുക, അയക്കുക. അപ്പം പിറ്റേ ദിവസം അയക്കണം. അതുകൊണ്ടാണ് തലേന്ന് രാത്രി തന്നെ എല്ലാം ചെയ്യുന്നത്. കാരണം ഇപ്രാവശ്യം നമ്മളെ പ്രൊഡക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി വൈകിപ്പോയിട്ടുണ്ട്. മീൻസ് അവർ പോസ്റ്റിൽ വഴിയാണ് അയച്ചത്. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ ഇത്തിരി വൈകി. പിന്നെ മഴയെല്ലാം ആയ സമയത്ത് ട്രെയിനൊന്നും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മീൻസ് ട്രെയിൻ ലേറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒന്നുകൂടി വൈകിയത്. അപ്പോൾ ഇതുവരെ ക്ഷമിച്ച് എന്നെ വിശ്വസിച്ച് എന്നെ പൈസ ഏൽപ്പിച്ചിട്ട് കാത്തിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാനിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്നല്ലേ, ഇത് ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിൽ വലിയൊരാൾ അങ്ങനെയൊന്നും ആയിട്ടില്ല എങ്കിലും എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷമാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ എന്താണെന്നുള്ളത് ഇതിൻ്റെ ഒരു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മൾ താങ്ക് യു കാർഡാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇത് ഞാൻ നിങ്ങൾക്ക് പിന്നെയാണ് കാണിച്ചു തരിക. കാരണം ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തൊരു കാർഡാണ് കേട്ടോ. അപ്പം അതിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയണ്ടേ, ഞാൻ ശരിക്കും ഇതിനായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യണം, എന്നാൽ മാത്രമേ എൻ്റെ ആ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തും കേട്ടോ. എഡിറ്റ് ചെയ്യാൻ ഇടയ്ക്ക് അപ്പുറത്തെ വീട്ടിലൊരു ബൂബോ കുരക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കാർഡ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി മുതൽ നമ്മളെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ഒരു കാർഡും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്ര പോലും എത്താനാണെന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബാക്കി ഇത്രയാണ് ഉള്ളത്. അപ്പം പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് ഓൾ.